ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് നോക്കാം. സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ടാണ് സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണ വെള്ളയപ്പത്തിന് ഇതൊന്നും ചേർക്കാണ്ടാണ് ഈ വെള്ളയപ്പം റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതൊന്നും ചേർക്കാണ്ട് തന്നെ വെള്ളയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് പച്ചരി വേണം. പച്ചരി ഏത് ടൈപ്പ് പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഈ പച്ചരി ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അരി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ അരി നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അരി എടുക്കുമ്പോൾ ഏത് ടൈപ്പ് പച്ചരി എടുക്കുക, അല്ലെങ്കിൽ ഇഡ്ലി റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചോറാണ് ചേർക്കുന്നത്. ചോറ് ഞാനിവിടെ അരി എടുത്തിരുന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ 1 ടേബിൾ സ്പൂണും കൂടുതൽ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സാധാരണ നമ്മൾ കഴിക്കാനെടുക്കണ ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തിരുന്നത്. പിന്നെ ഇതിലേക്ക് തേങ്ങ വേണം. വെള്ളയപ്പത്തിലേക്ക് തേങ്ങയുടെ പാലായിട്ടല്ല ചേർക്കുന്നത്. തേങ്ങ ഈ അരിയുടെ കൂടെ അരച്ചിട്ടാണ് ചേർക്കുന്നത്. തേങ്ങ എന്തോരം ചേർക്കണോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും വെള്ളയപ്പത്തിന്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് തേങ്ങയുണ്ട്. അല്ലെങ്കിൽ തേങ്ങ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി ഞാനിവിടെ ഇതേപോലത്തെ ഒരു 4 ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് 2 ചുവന്നുള്ളി നല്ല വലുതാണ്, 2 ചെറുതാണ്. പിന്നെ ചെറിയ ജീരകം വേണം. ചെറിയ ജീരകം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും ഇതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അരി അരച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ തൈര് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളയപ്പത്തിന് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. ഭയങ്കര പുളിരസം അല്ല കേട്ടോ, ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് അരി ചേർക്കുക. എല്ലാവരും കുറേശ്ശെ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് അരി ചേർക്കാം. നമുക്ക് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ തേങ്ങയുടെ പകുതി തേങ്ങ ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ അരച്ചിട്ടെടുക്കുക. ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. ജീരകം ചേർക്കാം. ജീരകം ഞാൻ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ മുഴുവൻ ചേർക്കുന്നുണ്ട്. ചോറും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. കുറേ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ അരി നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. പിന്നെ ഇതെല്ലാം കൂടി അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇത് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറെ പാത്രത്തിലേക്ക് പകർത്താം. നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുമല്ലോ. ആ വെള്ളം ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ നല്ല തണുത്ത വെള്ളമാണ്. സാധാരണ ഞാനൊക്കെ ടാപ്പിൽ വരുന്ന വെള്ളമാണ് ചേർക്കാറ്. അപ്പോൾ നല്ല തണുത്ത വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും അത് ശരിക്കാണ്ട് അരഞ്ഞു കിട്ടുക. അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ ശരിക്കാണ്ട് അരഞ്ഞു കിട്ടില്ല. ഇനി ബാക്കിയുള്ളതും കൂടിയിട്ട് അരച്ചിട്ടെടുക്കുക. പിന്നെ വെള്ളയപ്പത്തിന് നമ്മൾ ഇതേപോലെ അരച്ചിട്ട് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പാല് പോലെ അങ്ങനെ നമ്മളതിൻ്റെ മാവ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഇതാവുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം പോലെ അരച്ചെടുക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ച് കനത്തിലാണ് ഈ അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുക. പാലപ്പമൊക്കെ ആകുമ്പോൾ നമ്മൾ പാലപ്പത്തിൻ്റെ പാനിലിട്ടിട്ട് ഇങ്ങനെ ചിറ്റിച്ചിട്ട് എടുക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം പോലെ ഇരിക്കണം. പക്ഷേ ഇത് നമ്മൾ കുറച്ച് കനത്തിലാണ് ചുട്ടെടുക്കുക. അപ്പോൾ ഭയങ്കര വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാനിലേക്ക് ഒഴിക്കുമ്പോൾ അതെല്ലായിടത്തേക്കാണ്ട് പരന്നു പോകുമല്ലോ. അപ്പോൾ ഒരുപാട് വെള്ളം പോലെ അരച്ചിട്ട് എടുക്കണ്ടേ. എന്നാൽ ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ അപ്പം സോഫ്റ്റായിട്ട് വരില്ല. ഇതിലേക്ക് ബാക്കിയുള്ള ചോറും ചേർക്കാം.
ബാക്കിയുള്ള ചുവന്നുള്ളിയും ചേർക്കാം, തേങ്ങയും ചേർക്കാം. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3/4 ഭാഗം ചേർത്താലും കുഴപ്പമില്ല. പക്ഷെ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് അരച്ചെടുത്തത് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മാവിൽ നിന്ന് കുറച്ച് മാവ് ഇതിലേക്കാണ് ഒഴിക്കുന്നത്. കാരണം ഇതിലേക്ക് ഞാനിവിടെ സെപ്പറേറ്റ് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തുള്ളൂ. ബാക്കി ഈ മാവിൽ നിന്നാണ് എടുത്ത് ഒഴിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അരച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ 2 ട്രിപ്പായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതപ്പോൾ ഒരെണ്ണത്തിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റേത് അരച്ചിട്ട് എടുക്കുമ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു ഏകദേശം അളവിൽ കുറച്ച് ചേർത്താൽ മതി. കാരണം സാധാരണ നമ്മൾ കറികളിലൊക്കെ ചേർക്കണം അത്രയ്ക്ക് അങ്ങോട്ട് ഉപ്പ് ആവശ്യം ഉണ്ടാവില്ല ഇതിന്. പിന്നെ നമ്മൾ ആ ചൂടുന്ന സമയത്ത് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തരിയൊന്നും ചേർക്കില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാര എന്തോരം ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. പക്ഷെ സാധാരണ പഞ്ചസാര ചേർക്കില്ല. ഒരുപാട് പഞ്ചസാര ചേർത്തിട്ട് മധുരത്തിൽ ഉണ്ടാക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ മധുരം ഉണ്ടാവില്ല. നമ്മളെന്തെങ്കിലും കറി കൂട്ടിയിട്ടാണ് സാധാരണ കഴിക്കുക. അപ്പോൾ ഉപ്പായിരുന്നാലും അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് കണ്ടോ, ഇപ്പോൾ മാവ് ഒരുപാട് വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. നമ്മൾ പാലപ്പത്തിന് എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല വെള്ളം പോലെ, നല്ല പാലും വെള്ളം പോലെയാണ് എടുക്കുക. പക്ഷേ ഇത് ഭയങ്കര ടൈറ്റായിട്ടല്ല എടുത്തേക്കുന്നത്, എന്നാൽ ഒരുപാട് പാലും വെള്ളം പോലെയല്ല എടുത്തേക്കുന്നത്. ഇനി ഇത് വെള്ളയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് 3 കാരണങ്ങൾ കൊണ്ട് ആയിരിക്കും ഈ വെള്ളയപ്പം സോഫ്റ്റായിട്ട് വരാത്തത്. അപ്പം 3 കാരണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചോറ് ചേർത്തത് കുറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സമയം കുറഞ്ഞിട്ടുണ്ടാവും. സാധാരണ തണുപ്പുള്ള സ്ഥലത്തേക്ക് ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. ഞങ്ങൾക്ക് ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ സാധാരണ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഈ മാവ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ വൈകിട്ട് സാധാരണ മാവ് അരച്ച് വയ്ക്കുമ്പോൾ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നാട്ടിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണല്ലോ, അപ്പോൾ മാവൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ കുറച്ച് നേരത്തെ കൂട്ടിയിട്ട് അരച്ചിട്ട് വയ്ക്കാം. പിന്നെ 3ാമത്തെ കാരണം മാവ് ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിലും അപ്പം സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റും വേണ്ട, ബേക്കിംഗ് പൗഡറും വേണ്ട, ബേക്കിംഗ് സോഡ ഒന്നും വേണ്ടാണ്ട് തന്നെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ, ബേക്കിംഗ് സോഡയുടെ ഒന്നും ഒരു കുത്തുണ്ടാവുകയും ചെയ്യില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ ഇനി ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വെള്ളയപ്പം ആക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിക്കുക. വെള്ളയപ്പത്തിൻ്റെ മാവ് നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കില്ല കേട്ടോ, കുറച്ച് കനത്തിലാണ് ഈ അപ്പം റെഡിയാക്കിയിട്ട് എടുക്കുക. മൂടി വയ്ക്കുക. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ആ മോൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് 2 സൈഡും മൊരിച്ചിട്ട് എടുക്കുക. അപ്പം ഞാനിവിടെ മറ്റേ സൈഡും തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ തിരിച്ചിടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡൊന്ന് മൊരിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. മോൾ ഭാഗം ഒരുവിധം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അതേപോലെ തിരിച്ചിടാൻ വേണ്ടിയിട്ട്. തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിഭാഗം കരിഞ്ഞു പോകട്ടോ. നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഓരോ പ്രാവശ്യം മാവ് ഒഴിക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പാൻ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം.
ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ സാധാരണ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കാറ്. ഇതൊന്നും ചേർക്കാണ്ട് തന്നെ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.